നമ്മൾക്ക് ഒരു പെൻസിൽ പൗച്ച് തച്ചാലോ? അപ്പം നമുക്ക് അതിനാവശ്യമായ 2 കഷ്ണം തുണിയെടുക്കുക. അത് നീളം 12 ഇഞ്ചും അതിൻ്റെ വീതി 6 ഇഞ്ചുമാണ്. അങ്ങനെ 2 പീസ് എടുത്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു സിബ്ബാണ്. ആ സിബ്ബ് അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു തുണി കൊണ്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം അത് സിബിൽ അതിൻ്റെ റണ്ണറിൽ തട്ടാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അത് തട്ടിക്കഴിഞ്ഞാൽ സൂചി പൊട്ടിപ്പോവും. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് തയ്ക്കുക. അതിനുശേഷം നമ്മൾ പ്രസ് ചെയ്ത് തയ്ക്കുക. മറുവശവും അതുപോലെ സെയിമായി തുണി ആ ക്ലോത്ത് അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മളത് പ്രസ് ചെയ്തെടുക്കുക. മറുവശം ചെയ്തതുപോലെ തന്നെ പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് 2 തുണിയും തമ്മിൽ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൻ്റെ 2 തുമ്പും 2 വശത്താക്കി നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ സിബും അതും ആ പ്രസ് ചെയ്ത നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ആ സ്ഥലവും ഒരുപോലെ ഇരിക്കണം. എന്നിട്ട് നമ്മൾ 1.25 ഇഞ്ച് ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കുക. അത് 4 ഭാഗത്തും അതുപോലെ 4 കോർണറിലും വരയ്ക്കണം. 1.25 ഇഞ്ച് വെച്ച് 4 കോർണറിലും വരയ്ക്കണം. അത് സിബ് കറക്റ്റാണോ എന്ന് നോക്കുക. നമ്മൾ തയ്ച്ചിരിക്കുന്ന സ്ഥലവും സിബും കറക്റ്റാണോ അങ്ങനെ വെച്ച് വേണം നമ്മൾ വരയ്ക്കാൻ. അല്ലെങ്കിൽ നമുക്ക് കോർണർ വരയ്ക്കുമ്പോൾ തെറ്റ് പറ്റും. നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സ്ക്വയർ ബോക്സ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ ഓരോ കോർണറും അതുപോലെ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മൾ അവിടെ കൂട്ടി തയ്ക്കുക, ആ സിബും അതുമായിട്ട്. എന്നിട്ട് ബാലൻസ് വരുന്ന സിബിനെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. മറുവശത്തും ഒരല്പം റണ്ണർ അകത്തോട്ടാക്കിയതിന് ശേഷം അവിടെയും 1/4 ഇഞ്ച് വിട്ട് സിബ് കൂട്ടി ഒന്ന് പിടിച്ചോളണം. എന്നിട്ട് അവിടെയും സ്റ്റിച്ച് ചെയ്യുക. ബാലൻസ് വരുന്ന സിബിനെ അവിടെയും കട്ട് ചെയ്ത് കളയുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കോർണറായിട്ട് വെട്ടിയില്ല, അതിനെ നമുക്കൊരു കോർണറിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടി നമ്മൾ 4 ഭാഗത്തും ചെറുതായിട്ടൊന്ന് പോയിൻ്റ് ചെയ്യുക. അത് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അത് തമ്മിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗവും നമ്മൾ കോർണർ അടയാളപ്പെടുത്തിയല്ലോ നമ്മുടെ സെൻറ്റർ ഭാഗം, അതും തമ്മിൽ ഒരേപോലെയാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അവിടെ ഒരു ഭാഗം, അടുത്ത ഭാഗം അതുപോലെ ചെയ്യുക. അങ്ങനെ നമുക്ക് 4 ഭാഗവും അതുപോലെ ചെയ്യാം.
നാലാമത്തെ ഭാഗവും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറിച്ചിടാം. അപ്പോൾ ഈ നൂലുകളുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് സിബ് ശകലം തുറന്ന് മറിച്ച് എടുക്കുക. എല്ലാ കോർണറുകളും ശരിയാക്കുക. എന്നിട്ട് നമുക്ക് സിബ് ഇടുക. നല്ല കോർണറെല്ലാം ശരിയാക്കി എടുക്കുക. ഇപ്പോൾ നല്ലൊരു പൗച്ചായില്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ കൂട്ടുകാരെ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നന്ദി.